ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കണ്ണുനീരവൻ തുടയ്ക്കുമേ കണ്ണുനീരവൻ തുടയ്ക്കുമേ തൻ കോമള കരങ്ങളാൽ തൻ കോമള കരങ്ങളാൽ ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാട്ടുപ്രാക്കൾ സംഗമം ഒന്നായി കല്യാണശാലയിൽ പോകും. കാട്ടുപ്രാക്കൾ സംഗമം ഒന്നായി കല്യാണശാലയിൽ പോകും. പ്രേമമാല ചാർത്തിടുമെന്നെ പ്രേമമാല ചാർത്തിടുമെന്നെ പ്രിയൻ വന്നിച്ച മാന്യ സദസ്സിൽ പ്രിയൻ വന്നിച്ച മാന്യ സദസ്സിൽ ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. ജ്ഞാനമേഘം ദൂതർ മധ്യത്തിൽ മംഗളകാന്തി വിലസി. ജ്ഞാനമേഘം ദൂതർ മധ്യത്തിൽ മംഗളകാന്തി വിലസി. എൻ കാന്തനു ഞാൻ കണ്ണിലുണ്ടിപ്പോ എൻ കാന്തനു ഞാൻ കണ്ണിലുണ്ടിപ്പോ വാഴും നിത്യയുഗങ്ങൾ വാഴും നിത്യയുഗങ്ങൾ ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. താൻ വരുമ്പോൾ ഞാനും പോകുമേ ഉള്ളിൽ പ്രത്യാശയുള്ളവർ. താൻ വരുമ്പോൾ ഞാനും പോകുമേ ഉള്ളിൽ പ്രത്യാശയുള്ളവർ. രാപ്പകൽ നാം വിശ്രമമെന്നേ രാപ്പകൽ നാം വിശ്രമമെന്നേ താലന്തു വ്യാപാരം ചെയ്യാം താലന്തു വ്യാപാരം ചെയ്യാം. ഇവിടെ കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കാത്തിരിക്കും ശുദ്ധിമാന്മാരെ കാന്തനെ കണ്ടിടാറായി. കണ്ണുനീരവൻ തുടയ്ക്കുമേ കണ്ണുനീരവൻ തുടയ്ക്കുമേ തൻ കോമള കരങ്ങൾ
ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി യേശുവിൻ്റെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 11 മുതൽ 32 വരെ ഉള്ള വാക്യങ്ങളിൽ കാണുന്ന ഒരു ഉപമയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഉപമ നാം കേൾക്കുന്നത് മുടിയനായ പുത്രൻ്റെ ഉപമയാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു ഉപമയാണ്. ഈ ഉപമ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആരാണ് ഈ കർത്താവ്? മരണമില്ലാത്ത ദൈവം, പുത്രനായ ദൈവം, മാനവരാശിക്ക് അവരുടെ പാപത്തിന് പരിഹാരം വരുവാൻ വേണ്ടി ജഡം ധരിച്ച് ഈ ജഡത്തിലുള്ള കഷ്ടതകളെല്ലാം ഏറ്റ് പാപത്തിന് പരിഹാരം വരുത്തി പിതാവാം ദൈവത്തിലേക്ക് മനുഷ്യർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടതെല്ലാം പൂർത്തീകരിച്ച ശേഷം കടന്നുപോയ കർത്താവാണ്. ഇന്നും ജീവിക്കുന്ന മരണമില്ലാത്ത കർത്താവായ യേശുക്രിസ്തുവാണ് ഈ ഉപമ പറഞ്ഞത്. ഇതിൻ്റെ പശ്ചാത്തലം നാം വായിക്കുവാണെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. ഈ ഉപമ പറയുന്നത് ശാസ്ത്രിമാരോടും പരീശന്മാരോടുമാണ്. അവർ പിറുവിറുക്കുന്നവരാണ്. അവർ ദൈവത്തിൻ്റെ ജനമാണ്. കൽപ്പനകളെല്ലാം അനുസരിച്ച് ദൈവത്തിൻ്റെ ജനമാണെന്ന് ഭാവിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ വന്നു. യേശുക്രിസ്തു പറയും, എൻ്റെ പിതാവിനാൽ ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി വന്ന ചുങ്കക്കാരും പാപികളുമെല്ലാം കർത്താവ് കാണുന്നത് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് വരുന്ന ആ ബഹുമാനത്തോടെയാണ് കർത്താവ് അവരോട് സംസാരിക്കുന്നത്. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും അവസ്ഥ എങ്ങനെയാണ്, ഈ ചുങ്കക്കാരുടെയും പാപികളുടെയും അവസ്ഥ എങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് പിന്നെ നാം വായിക്കുന്നത്. അതിൽ ആദ്യത്തെ ഉപമയിൽ പറയുന്നുണ്ട് 100 ആട് കാണാതെ പോയ ഒരു ഉപമ. അതിൽ കർത്താവ് അവരോട് പറയുന്നുണ്ട്. അത് നാം വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുകയാണ്, ഒരു മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ ഉപമ രണ്ടാമതും കർത്താവ് ദ്രഹ്മപ്പണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ പിന്നെയും കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗരാജ്യത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ് എന്നെല്ലാം കർത്താവ് പറഞ്ഞിട്ടും കർത്താവിന് മതിയാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഇത് വളരെ വിസ്തരിച്ച് ഒരു ഉപമയായിട്ട് കർത്താവ് പറയുന്നതാണ് ഈ മുടിയനായ പുത്രൻ്റെ ഉപമ. ജീസസ് ആസ് എ ടീച്ചർ, എന്ത് മനോഹരമായിട്ടാണ് ഒരു വലിയ വിഷയം വളരെ ലളിതമായി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉപമിക്കുന്നതായ ഒരു ഉപമയാണ് ഈ മുടിയനായ പുത്രൻ്റെ ഉപമ. ഇത് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. അവർക്ക് പറയുമ്പോൾ മനസ്സിലാകും. ഒരു അപ്പന് 2 മക്കളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ മൂത്തവൻ്റെ സാദൃശീകരിക്കുന്നത് ഈ ശാസ്ത്രിമാരെയും പരീശന്മാരെയുമാണ്. ഇളവനെ ഉപയോഗിക്കുന്നത് ഈ പാപികളും ചുങ്കക്കാരുമായിട്ടുള്ള ആളുകളെയാണ് കർത്താവ് ഉദാഹരിക്കുന്നത്. നമുക്ക് വായിക്കാം 12-13 വാക്യങ്ങൾ. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു. അവൻ്റെ നന്മയെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. എഫേസ്യർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയും, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കുവാനും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണ് എന്ന്. ഇന്ന് നാം സമൂഹത്തിൽ കാണുന്ന ഒരു വലിയ പ്രതിഭാസമാണിത്. ഒരു പ്രായമാകുമ്പോൾ കുട്ടികൾക്ക് അപ്പനെയും അമ്മയും ഒരു ബഹുമാനമില്ലാതെ ആകുന്നു. വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയോ അവരുടെ ചിന്തയിൽ എല്ലാം കൂടി ഈ വീടിനപ്പുറത്തേക്ക് എന്തോ സന്തോഷങ്ങൾ ഉണ്ടാകുന്നു. അവർക്ക് പിന്നെ ഫ്രണ്ട്സാണ് ഏറ്റവും വലിയ കാര്യം. നാം ആലോചിച്ച് നോക്കിയാൽ കുഞ്ഞുങ്ങളുടെ സുബോധം നഷ്ടപ്പെടുകയാണ്. എന്തോ ഒരു സന്തോഷം ഉണ്ടാകുമെന്നെല്ലാം
വിചാരിച്ച് അവർ അപ്പൻ്റെയും അമ്മയുടെയും അധീനതയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് അവരുടെ ഫ്രണ്ട്സ് പറയുന്നത് പോലെയെല്ലാം ജീവിക്കുന്ന ഒരു അനുഭവമാണ് നാം ഇവിടെയും കാണുന്നത്. ആ മകൻ്റെ സുബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവൻ ചെന്ന് എല്ലാം സ്വരുകൂട്ടി നാം വായിക്കുന്ന അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഓരോ അടി വെക്കുന്തോറും അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ദൂരെ ദൂരെ അവൻ യാത്ര ചെയ്ത് പോവുകയാണ്. അവിടെ ചെന്ന് അവൻ ദുർമാർഗിയായി ജീവിച്ചു. അവൻ്റെ പൈസയെല്ലാം തീർന്നു. അത് കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു വലിയ ക്ഷാമം ഉണ്ടാവുകയാണ്. നാം വായിക്കുന്നത് അങ്ങനെയാണ്. അവൻ ക്ഷാമം ഉണ്ടായപ്പോൾ അവൻ അവിടെ ജോലിയില്ല, പൈസയെല്ലാം തീർന്നു, അവിടെ ക്ഷാമം, ഒരു നേരെ ആഹാരത്തിന് പോലും അവന് കിട്ടാൻ ഇല്ലാതെയായി. നോ ബഡി ഗേവ് എനിത്തിങ് എന്നാണ് നാം വായിക്കുന്നത്. ആരും അവനെ സഹായിച്ചില്ല. എൻ്റെ പ്രിയ പൈതലേ, നാം ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്നകന്ന് നമ്മുടെ സമർപ്പണത്തിൽ നിന്ന് വിട്ട് ദൂരെ ദൂരെ യാത്രയായി പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. എല്ലാം അവന് പ്രതികൂലമായി വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജോലി കിട്ടാതെ വലയുന്നുണ്ടോ? നമുക്ക് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? നമുക്ക് ആഹാരത്തിന് വലയുന്നു? നാം ചെയ്യുന്നിടത്തെല്ലാം ക്ഷാമമാണോ? ആരും നമ്മളെ സഹായിക്കുന്നില്ലയോ? നാം തിരിഞ്ഞു നോക്കണം. ഇതെല്ലാം നമ്മുടെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകുവാനായി, ചിന്തിക്കുവാനായി, അപ്പനെ ഓർക്കുവാനായി ദൈവം നമ്മളെ കോർണർ ചെയ്യുന്ന സമയമാണെന്ന് മനസ്സിലാക്കി അവൻ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായി. യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലൊരു ക്ഷാമം ഉണ്ടാകുന്നൊന്നും വെറുതെയല്ല. ദൈവം അറിയാതെ ഒരു ദൈവത്തെ അറിഞ്ഞ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ അവനെല്ലാം ചെല്ലുന്നിടത്തെല്ലാം അവന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ പ്രയാസങ്ങളെല്ലാം അവനെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാനായി ദൈവം രൂപാന്തരപ്പെടുത്തി അതെല്ലാം നന്മയ്ക്കായി അവന് വ്യാപരിക്കും. എപ്പോഴാണ് നാം വായിക്കുന്നത് അങ്ങനെയാണ്. ഇവനെല്ലാം പ്രയാസമായി വന്നപ്പോൾ കാരണം ആകെ ജോലി അന്വേഷിച്ച് വലഞ്ഞിട്ട് ആകെ കിട്ടിയ ജോലി എന്ന് പറയുന്നത് പന്നികളെ മേയ്ക്കുവാനുള്ള ജോലിയാണ്. ഒരു യഹൂദിനെ സംബന്ധിച്ചിടത്തോളം പന്നികളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിഷിദ്ധമായ ജോലിയാണ്. അതുപോലും അവൻ ചെയ്യാൻ നിർബന്ധിതമായി തീർന്നു. അവന് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യേണ്ടി വന്നു. ആ പന്നിക്ക് കിട്ടുന്ന ഒരു ആഹാരം പോലും അവന് കിട്ടാതെ വന്നു. അപ്പോഴാണ് അവന് സുബോധം വന്നത്. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഒരു മനുഷ്യന് സുബോധം വന്നോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അവൻ അപ്പൻ്റെ വീട്ടിനെ ഓർക്കും, അപ്പൻ്റെ കൂലിക്കാരെ ഓർക്കും. അയ്യോ, എനിക്ക് എത്ര സമാധാനമായിരുന്നു അവിടെ, ഞാനെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് അവൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാൻ അപ്പനോട് ഞാൻ ചെന്ന് പറയും, അപ്പാ, ഞാൻ അപ്പനോടും സ്വർഗത്തോടും എല്ലാം പാപം ചെയ്തു പോയി. നിൻ്റെ മകനെന്ന യോഗ്യത എനിക്കില്ല. നിൻ്റെ കൂലിക്കാരനെ പോലെ എങ്കിലും എന്നെ ആക്കണമേ എന്ന് പറയും. അവൻ എടുത്ത തീരുമാനം വാസ്തവമായി യഥാർത്ഥത്തിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെ എടുത്ത തീരുമാനമായിരുന്നു. നാം യഥാർത്ഥമായി ഒരു സമർപ്പണം എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അപ്പൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാൻ ഒരു തടസ്സവുമില്ല. കാരണം അവന് അപ്പനെ അറിയാമായിരുന്നു. അവൻ ഇതെല്ലാം തെറ്റിപ്പോയി വന്നതാണെങ്കിലും എൻ്റെ അപ്പൻ സ്നേഹമുള്ളതാണെന്നും ഞാനിതെല്ലാം നഷ്ടപ്പെടുത്തിയവനാണെന്നും എല്ലാം അവനറിയാം. ഞാൻ ദുർമാർഗമായിട്ട് ജീവിച്ചവനാണ്, എനിക്കിനി ഒരു അവകാശവും പറയാനില്ല എന്നെല്ലാം അവനറിയാമെങ്കിലും അവനൊരു യഥാർത്ഥ തീരുമാനം എടുത്തതുകൊണ്ട് അവൻ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു തീരുമാനം അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നതുകൊണ്ട് അവന് അതേ സ്പീഡിൽ അവൻ എത്രമാത്രം പുറകോട്ട് വന്നോ അത്രയും സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച് അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവൻ വിചാരിച്ചതിലും വലിയൊരു സ്വീകരണമാണ് അവൻ അപ്പൻ്റെ അടുത്ത് വന്ന് കിട്ടിയത്. ആ കർത്താവ് അവൻ ശാസ്ത്രന്മാരോടും പരീശന്മാരോടും പറയുകയാണ്, ഒരു പാപി മാനസാന്തരപ്പെട്ടു വരുമ്പോൾ ദൈവത്തിൻ്റെ സന്തോഷം, സുഗ്രാഹത്തിലുണ്ടാകുന്ന സന്തോഷമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ അപ്പൻ്റെ സ്നേഹം വളരെ നന്നായി അവരോട് വിവരിച്ച് പറയുകയാണ്. അപ്പൻ അവനെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഉമ്മ വെച്ച് അവനെ ചേർത്തുകൊണ്ട് നാം വായിക്കുന്നത് അങ്ങനെയാണ്. 22-ാം വാക്യം. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ, നാം തിന്ന് ആനന്ദിക്കാം. ഒരു പാപി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന ഒരു സന്തോഷമാണ് അവിടെ കർത്താവ് വിവരിക്കുന്നത്. അവനെടുത്ത തീരുമാനം വളരെ ആത്മാർത്ഥതയോടെയായിരുന്നു. അവന് പുതിയ
അവൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കൊടുത്തു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകിയ അങ്കി അവനെ ഉടുപ്പിച്ചു. അവൻ്റെ സകല പാപങ്ങളും ദുർമാർഗങ്ങളും എല്ലാം ദൈവം ക്ഷമിച്ചു കൊടുത്തു. അവന് സുവിശേഷ വേലയ്ക്ക് ഒരുക്കമായ ചെരുപ്പ് അവൻ്റെ കാലിലിടിയിക്കുന്നു, അവന് മോതിരം ഇടിക്കുന്നു. അവിടെ സന്തോഷവും എല്ലാ ആനന്ദവും വളരെ ഘോഷമാണ് അവിടെ ആ വീട്ടിൽ നടക്കുന്നത്. അവനതെല്ലാം കിട്ടുമ്പോൾ അവൻ്റെ ഉള്ളം അതുപോലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കുറ്റബോധത്തോടും അവന് എങ്ങനെയാണ് അവന് ദൈവത്തോട് നന്ദി പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. ആ ഒരു അർപ്പണബോധത്തോടും സ്നേഹത്തോടും കൂടിയാണ് ആ മുടിയനായ പുത്രൻ അവിടെ നിൽക്കുന്നത്. അവൻ അവിടെ നോക്കുമ്പോൾ അവൻ ചേട്ടനെ അന്വേഷിച്ച് കാണും. അയ്യോ, എൻ്റെ ചേട്ടനെവിടെ എന്നെല്ലാം അവൻ നോക്കിക്കാണും. ഈ സമയത്ത് രാവിലെ ചേട്ടൻ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായിട്ടും വേലയ്ക്ക് പോയിരിക്കുകയാണ്. അവൻ സാധാരണ എന്നും പോണതുപോലെ ചേട്ടൻ പോയി. അവൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ അവൻ പോയ വീടല്ല ഇവിടെ കാണുന്നു. വലിയ സന്തോഷവും നൃത്തഘോഷവും വാദ്യവും എല്ലാം കാണുകയാണ്. അവനൊന്നും മനസ്സിലാവണില്ല. അവൻ ചെന്ന അവൻ്റെ ബാല്യക്കാരിലൊരു ഇതെന്താ ഇവിടെ നടക്കുന്നത്, ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ബാല്യക്കാരൻ പറയുന്നുണ്ട്, നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നു എന്ന്. നമുക്കറിയാം, ഈ മൂത്ത സഹോദരനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ശാസ്ത്രിമാരെയും പരീശന്മാരെയുമായിട്ടാണ്. അപ്പോൾ ഈ വീട്ടിൽ നടക്കുന്നതായ സന്തോഷം, ഈ പാപി മാനസാന്തരപ്പെട്ടു വരുമ്പോൾ ഉണ്ടാകുന്നത് ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒന്നും ദഹിക്കുന്നില്ല. അവനതിൽ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. നാം വായിക്കുന്നത് 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവന് അപ്പൻ്റെ വീട്ടിലേക്ക് കടക്കാൻ പോലും സാധിക്കുന്നില്ല. അവൻ കോപത്തോടെ നിൽക്കുകയാണ്. അവൻ അവകാശവാദത്തോടെ നിന്ന് അപ്പനോട് പറയുകയാണ്. 29-ാം വാക്യം: അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരാട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടിയെ അവനു വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ശരിയാണ് അവൻ പറയുന്നത്. ഇത്ര കാലമായിട്ട് അപ്പനെ സേവിക്കുന്നുണ്ട്, അപ്പൻ്റെ കൽപ്പന ഒന്നും ലംഘിച്ചിട്ടില്ല. എന്നാൽ വാസ്തവത്തിൽ അപ്പനോട് പറയുമ്പോൾ ഈ നിന്റെ മകൻ, അവൻ്റെ സഹോദരനായിട്ട് പോലും അവൻ്റെ അനുജനെ കാണുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. ഇതെല്ലാം കേട്ട് ആ മകൻ, ഇളയ മകൻ, ദുർനടപ്പുകാരനായി ജീവിച്ച മകൻ അകത്തു നിന്നെല്ലാം വേദനയോടെ കേൾക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ അവൻ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ചേട്ടൻ അവൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ സഹോദരന് നീതിമാന്മാരെ പോലെ ഇരിക്കുന്ന ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും മനസ്സിലാകുവാൻ തന്നെ കർത്താവ് പറയാണ്, ഇതൊന്നും എൻ്റെ സഹോദരനായിട്ടോ എൻ്റെ അപ്പനായിട്ടോ ഒന്നും അവന് കാണുവാൻ സാധിക്കുന്നില്ല. ഈ നിൻ്റെ മകൻ എന്നാണ് പറയുന്നത്. എൻ്റെ ചങ്ങാതി അവിടെ നിൻ്റെയും എൻ്റെയും എന്നെല്ലാം അവിടെ രണ്ടായി തിരികുകയാണ്. എൻ്റെ ചങ്ങാതിമാരുമായി ആഘോഷിക്കുന്നതിന് വേണ്ടി എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും തന്നിട്ടില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് അപ്പനോട് വാദിച്ച് അവൻ പുറത്ത് നിൽക്കുകയാണ്. എന്നാൽ വീടിൻ്റെ അകത്തോ ഏറ്റവും സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. അപ്പൻ വന്ന് വിളിച്ചിട്ട് പോലും അവന് അകത്തേക്ക് കടക്കുവാൻ, സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് കടക്കുവാൻ ഈ മകന് സാധിക്കുന്നില്ല. ഈ മകനെ റെപ്രസെൻ്റ് ചെയ്ത് കർത്താവ് പറയുകയാണ്, ശാസ്ത്രിമാരും പരീശന്മാരും അങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ പുറത്ത് നിൽക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. ചുങ്ങുകാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി സ്വർഗരാജ്യത്തിൽ കടക്കുമെന്ന് വേദനയോടെ കർത്താവ് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥ. ഞാൻ ഓർക്കാറുണ്ട്, അവൻ അപ്പൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ കണ്ണുനീരോടെ വേദനയോടെ എൻ്റെ അപ്പനെ എത്രമാത്രം എന്നെ സ്നേഹിച്ചു, ഈ സ്നേഹത്തെ വിട്ടാണല്ലോ ദൈവമേ ഞാൻ ഇത്രയും ദൂരം എല്ലാം നഷ്ടപ്പെടുത്തി വന്നത്, ഈ സ്നേഹത്തെ ഞാൻ കണ്ടില്ലല്ലോ എന്നുള്ള അവൻ്റെ സ്നേഹവും അവൻ്റെ ബഹുമാനവും അപ്പനോടുള്ള സ്നേഹവും എല്ലാം കൂടി വരികയാണ്. ഈ ഒരു മനോഭാവമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വേലക്കാർക്കും ഈ ഒരു അനുഭവം കർത്താവ് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ പിറ്റേ ദിവസം ഈ അപ്പൻ്റെ വേല ചെയ്യാൻ അപ്പം പറയണ്ട, അവൻ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അപ്പൻ്റെ വേല ചെയ്യാനായിട്ട് പോവും. അപ്പൻ്റെ വേല ചെയ്യുമ്പോൾ അവന് കൂലി കിട്ടിയോന്നോ അവൻ എന്തെങ്കിലും കിട്ടിയോന്നോ ഒന്നും അവന് ഒരു ചിന്താകുലവും ഉണ്ടാവില്ല. ഇനി ഇത്രമാത്രം എന്നെ സ്നേഹിച്ച, ഇത്രമാത്രം എന്നെ കരുതി എൻ്റെ അപ്പന് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ ആ ഒരു പ്രതിഫലം അവൻ അത് മാത്രമാണ്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ താമസിച്ചാൽ മതി, എൻ്റെ അപ്പനെ സ്നേഹിച്ച് എനിക്ക് ജീവിച്ചാൽ മതി എന്ന് മാത്രമായിരിക്കും അവന് ഒരേ ഒരു ആഗ്രഹം. അവൻ പിറ്റേ ദിവസം അവൻ അപ്പൻ്റെ വേല ചെയ്യാൻ പോകും.
നാം ഈ ഒരു മനോഭാവമാണ് കർത്താവിൻ്റെ വേലക്കാർക്ക് ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഈ ഒരു സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരു ഉപമ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 20:1 മുതൽ, സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയനോട് സാദൃശ്യം. രാവിലെ ഒരു വീട്ടുകാരൻ പോവുകയാണ് ആ വീട്ടിലെ വേല ചെയ്യുവാനായിട്ട്, വേലക്കാരെ വിളിക്കാനായിട്ട് പോവുകയാണ്. രാവിലെ നമ്മുടെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ 6 മണിക്ക് പോവും. അവരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കൂലി തരാം, ഒരു ദിവസത്തെ കൂലിയായ ഒരു വെള്ളിക്കാശ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ പറഞ്ഞു വിടുന്നുണ്ട്. രണ്ടാമത്തെ പിന്നെയും പോയി നിൽക്കുന്ന ആളുകളോട് ഒരു 9 മണിയായപ്പോഴും പോയപ്പോഴും അവരോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ന്യായമായത് തരാമെന്നാണ് പറയുന്നത്. ഒരു വെള്ളിക്കാശ് പറയുന്നില്ല. പിന്നെ കർത്താവ് പിന്നെയും പോവുകയാണ്. 11-ാം മണി നേരത്ത് പോയി, പിന്നെ 3-ാം മണി നേരത്ത് പോയി, 5-ാം മണി നേരത്ത് പോയി. ഇനി 1 മണിക്കൂർ നേരമേ ഉള്ളൂ. എന്നാലും അവരോട് കർത്താവ് ഒന്നും പറയുന്നില്ല. നിങ്ങൾ വേലയ്ക്ക് പൊക്കോ, എൻ്റെ വേലസ്ഥലത്തേക്ക് പൊക്കോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവർ മെനക്കെട്ട് നിൽക്കുന്നവരാണ്. ആരും വിളിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച് നിൽക്കുന്നവരാണ്. അവർ പോയി ഈ വീട്ടുകാരൻ്റെ വിളി അനുസരിച്ച് അവർ വേലയ്ക്ക് പോവുകയാണ്. വേല ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, കൂലി കൊടുക്കുവാനായിട്ട് പറയുന്നുണ്ട്. കൂലി കൊടുക്കുമ്പോൾ ഏറ്റവും അവസാനം വന്ന് 1 മണിക്കൂർ മാത്രം നിന്ന് അവർക്ക് കൂലി കൊടുക്കുമ്പോൾ 1 വെള്ളിക്കാശ് കൊടുക്കുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം അവർ ഒന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. അവർക്ക് സന്തോഷമായി. അവളൊരു സന്തോഷത്തോടെ പോവുകയാണ്. അത് കഴിഞ്ഞ് എല്ലാവർക്കും കൂടി അപ്പോൾ അവസാനം വന്നവർ വിചാരിച്ചു, പകലത്തെ അധ്വാനവും ഭാരവും എല്ലാം സഹിച്ച ഞങ്ങൾക്ക് കൂടുതൽ കൂലി കിട്ടുമായിരിക്കും എന്ന് അവരങ്ങ് ഊഹിച്ചു. വീട്ടുകാരൻ പറഞ്ഞില്ല നിങ്ങൾക്ക് കൂലി തരാമെന്ന്. അവരോട് മാത്രമേ പറഞ്ഞോളൂ നിങ്ങൾക്ക് 1 വെള്ളിക്കാശ് തരാമെന്ന്. 6 മണിക്ക് വിളിച്ചവരോട് പറഞ്ഞു, 9 മണിക്ക് വിളിച്ചവരോട് പറഞ്ഞു ന്യായമായത് തരാമെന്ന്. കർത്താവ് ന്യായമായത് തന്നെ കൊടുത്തു. 1 വെള്ളിക്കാശ് കൊടുത്തു കഴിഞ്ഞിട്ട് വീട്ടുടയവൻ്റെ നേരെ പിറുപിറുക്കുകയാണ്. ഈ പകലത്തെ അധ്വാനവും ഭാരവും സഹിച്ച ഞങ്ങളോട് ഇപ്പം വന്ന ആളുകളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞ് വീട്ടുകാരൻ്റെ മുമ്പിൽ പിറുപിറുത്തു. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അന്യായമായി ഒന്നും ചെയ്യുന്നില്ല, അതെൻ്റെ നീതിയാണ്. ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഞാൻ തന്നിട്ടുണ്ട്. നിൻ്റേത് വാങ്ങി പൊയ്ക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. നീ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കൊള്ളാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള വേലക്കാരെ, പിറുപിറുക്കുന്ന വേലക്കാരെ കർത്താവിന് ഒരിക്കലും ആവശ്യമില്ല. നിൻ്റേത് വാങ്ങി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. നാളെ അവനെ കർത്താവ് കൂലിക്ക് വിളിക്കുമോ? ഇല്ല. അങ്ങനെയുള്ളവൻ കർത്താവിൻ്റെ വേലയ്ക്ക് കൊള്ളാവുന്നതിനല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഓർക്കും അവർ പറഞ്ഞത് ന്യായമല്ലേ, അത് നമുക്ക് തോന്നുന്ന ന്യായമാണെന്ന്. എന്നാൽ അതിൽ ന്യായമല്ല. ദൈവത്തിൻ്റെ വേലക്കാരെങ്ങനെ ഇരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഞാൻ ഈ വേദവാക്യം വായിച്ചപ്പോഴോർത്ത്, ഈ മുടിയനായ പുത്രൻ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം. അവന് ദൈവത്തോട് നന്ദിയും സ്നേഹവും, ആ കൂട്ടുവേലക്കാരോടെല്ലാം സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൻ്റെ വേലയ്ക്ക് ചെയ്യാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുള്ള ആ വളരെ നന്ദിയോടും സ്നേഹത്തോടും കൂടി അവൻ വേല ചെയ്യും. ആ ഒരു മനോഭാവമാണ് കർത്താവിൻ്റെ വേലക്കാർക്ക് വേണ്ടത്. ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ബഹുമാനം, കൂട്ടുവേലക്കാരോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണം. അല്ലാതെ പിറുപിറുക്കുകയും ഒരിക്കലും പിറുപിറുക്കുകാർക്ക് ദൈവരാജ്യത്തിൽ എത്തുവാനായിട്ട് സാധിക്കില്ല. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു സ്വഭാവമാണ് മത്സരവും പിറുപിറുപ്പും ഉള്ള ഒരു ഹൃദയം. ഒരിക്കലും അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹമോ സന്തോഷമോ കിട്ടുവാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ എൻ്റെ അനുഭവത്തോട് ചേർത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു മനോഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എപ്പോഴും ദൈവത്തോട് വാദിക്കുകയും കണക്ക് പറയുകയും, ഞാൻ എന്തോരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എന്തോരം നോമ്പ് നോൽക്കുന്നുണ്ട്, ഇതൊന്നും ദൈവം കേൾക്കാതെ ഞാൻ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് എന്തുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി മുഖം തിരിച്ചു കളയുന്നു എന്നെല്ലാം ഞാൻ ചിന്തിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ പഠിപ്പിച്ചു ദൈവം സ്നേഹമാണെന്നും നമുക്കൊരു തീരുമാനം എടുക്കുവാനോ ഒരു സമർപ്പണം എടുക്കുവാനോ, കർത്താവായ യേശുവെ ഞാൻ നിൻ്റെ വചനം കേട്ട് ഞാൻ നിൻ്റെ മകളായി ജീവിക്കുമെന്ന് തീരുമാനിക്കാൻ നമുക്കൊരു ഭാഗ്യം കിട്ടുന്നത് അത് തന്നെ വലിയൊരു കൃപയാണ്. ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു മനുഷ്യന് കിട്ടാവുന്നതിലേക്കും ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ കിട്ടുക എന്ന് പറയുന്നത്. അവിടെ എല്ലാം ഉണ്ട്. ഈ ഭൂലോകത്തെക്കാൾ വിലയുള്ള ആത്മാവിനെ കരുതാതെ നമുക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം കിട്ടിയാൽ എന്ത് പ്രയോജനം? എനിക്ക് ദൈവം കൃപയാൽ ദാനമായി ഈ ലോകത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ട്. എനിക്ക് നല്ല ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ഞാനൊരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്,
നല്ല ആൺകുട്ടികളുണ്ട്. എൻ്റെ പിള്ളേരെല്ലാം നല്ല സന്തോഷമായി കുടുംബജീവിതം നയിക്കുന്നു. എല്ലാം നല്ല ജോലിക്കാരും ഡോക്ടർമാരും എല്ലാമാണ്. എനിക്കറിയാം അത് ഈ ലോകപ്രകാരം ഇതിലൊന്നും എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ കർത്താവെ, അവരിൽ എൻ്റെ കർത്താവ് സന്തോഷിക്കുന്നവരായി ഭൂമിയിൽ ജീവിക്കണമെന്നും അവരും ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഭൂമിയിൽ കർത്താവിൻ്റെ വേലക്കാരായി തീരണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ദൈവത്തിനെതിരായി ചിന്തിക്കുന്ന മത്സര മനോഭാവവും ഈ ചോദ്യം ചെയ്യലും കർത്താവിനോട് കണക്ക് പറയലും എല്ലാം ഉണ്ടായിരുന്ന എൻ്റെ സ്വഭാവത്തെ കർത്താവ് ഈ വചനത്തിൽ കൂടി വചനം കേട്ട് കർത്താവ് എന്നെ രൂപാന്തരപ്പെടുത്തി. ദൈവം സ്നേഹമാണെന്നും ദൈവത്തിൻ്റെ വേലക്കാരാരാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതെന്നും അവരുടെ സ്വഭാവം എന്തായിരിക്കണമെന്നും എല്ലാം എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഇന്ന് എനിക്കറിയാം ഞാനായിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. എൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ എനിക്ക് ദൈവം തന്ന കൃപ ദൈവത്തിൻ്റെ ദാനമാകുന്നു. ആർക്കും എടുക്കാൻ കഴിയാത്ത സമ്പത്ത് എനിക്കറിയാം. ഈ ലോകത്തിലെ ആർക്കും ഒരു കള്ളനും മോഷ്ടിക്കാൻ വയ്യാത്തതായ സമ്പത്ത് കർത്താവായ യേശുക്രിസ്തു എന്ന സമ്പത്ത് അവൻ എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ജീവിക്കുവാൻ ഞാൻ എൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ച കാലം മുതൽ എൻ്റെ ദൈവം എന്നെ പടിപടിയായി നടത്തി. എൻ്റെ ജീവിതത്തിൽ വന്ന ക്ഷാമങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്ന എന്തെല്ലാം പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ സ്നേഹം കാണുവാനും കർത്താവിൻ്റെ മുഖാമുഖമായി കണ്ട് കർത്താവിൽ നിന്ന് അനുഭവങ്ങൾ പ്രാപിക്കുവാനുമായിട്ട് എൻ്റെ ദൈവം അതെല്ലാം മുഖാന്തരമായി. ഞാൻ പരീക്ഷയ്ക്കെല്ലാം പല പ്രാവശ്യം തോറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ആ ആവശ്യഭാര സമയത്തെല്ലാം ദൈവസന്നിധിയിലേക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൃപാസനം നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ച് നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്നും അതിശയകരമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം, ഇന്നും പ്രവർത്തിക്കുന്നു. ഇന്നും കർത്താവ് ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഇനിയും എൻ്റെ ജീവിതം എനിക്ക് കർത്താവ് തന്ന എളിയ ആയുസ് എത്രയുണ്ടോ അത്രയും എൻ്റെ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഭൂമിയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലും ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിലും ഞാൻ കൂടി വരുന്ന കൂട്ടായ്മയിലും എല്ലാം എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രിയ മകളായി കർത്താവിൻ്റെ സാക്ഷിയായിട്ട് അന്ത്യത്തോളം യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കർത്താവ് രണ്ടാമത് വരും. അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കറയും ചുളുക്കവും ഇല്ലാത്ത മണവാട്ടിയായി എൻ്റെ യേശുവിനെ ആരാധിക്കുന്ന മഹത്വമുള്ള ആ ഒരു മണവാട്ടിയായി രൂപാന്തരപ്പെടുവാൻ എൻ്റെ കർത്താവ് അധ്വാനിച്ചിരിക്കുന്നു. എൻ്റെ എളിയ ജീവിതവും യേശുവിനായിട്ട് സമർപ്പിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.